ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് കാണുന്നുണ്ട്. ഇതിനെ തക്കാളിപ്പനി എന്നാണ് നാട്ടിൻപുറങ്ങളിൽ പറയുന്നത്. ഇതൊരു വൈറൽ ഫീവറാണ്. പൊതുവേ കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്ന ഒരു അസുഖമാണ്. പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റും ഇതിന് ആവശ്യമില്ല. പക്ഷേ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കെയർ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അസുഖങ്ങളിലൊന്നാണ് ഈ തക്കാളിപ്പനി. ഈ അസുഖത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് തക്കാളിപ്പനി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഹൈ ഫീവറൊന്നും പൊതുവേ കാണാറില്ല. ചെറിയ രീതിയിലുള്ളൊരു മൂക്കടപ്പ് തുമ്മൽ, അതിൻ്റെ കൂടെ ഒരു മൈൽഡായിട്ടുള്ള ഫീവർ മാത്രമേ തുടക്കത്തിൽ കാണാറുള്ളൂ. പക്ഷേ പോകെ പോകെ വായ്ക്കകത്ത് ഒരുപാട് അൾസേഴ്സ്, ഒരുപാട് കുരുക്കൾ വന്ന് പൊട്ടിയതുപോലെ തൊണ്ടയ്ക്കകത്തും വായിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കാരണം കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് മടി കാണിക്കും. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഡീഹൈഡ്രേഷൻ വരാം, ക്ഷീണം വരാം, എപ്പോഴും ഇറിറ്റേഷൻ ആയിരിക്കും തൊണ്ടവേദന കാരണം. കുഞ്ഞ് മുഴുവൻ സമയം കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൈവെള്ളയിലും കാൽവെള്ളയിലും ചുവന്ന നിറത്തിലുള്ള ചെറിയ കുരുക്കൾ കാണും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുരുക്കൾ മാത്രമല്ല, ശരീരം മുഴുവൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൈയുടെ മടക്കുകളിൽ ബാക്കിലുമൊക്കെ ഒരുപാട് കുരുക്കൾ പെട്ടെന്ന് കണ്ടാൽ ചിക്കൻ പോക്സ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലർജിക് റാഷ് പോലെയൊക്കെ നമുക്ക് നമ്മളിങ്ങനെ 1-2 കുട്ടികൾ ഈ അസുഖമായിട്ട് OPയിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഇനി ഒരുപാട് കുട്ടികൾക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരുപാട് പാരൻസ് നമ്മളോട് ചോദിച്ചു, കുഞ്ഞിന് തക്കാളിപ്പനി വന്നു പോയി, പക്ഷേ നമ്മൾ പൊതുവെ കുട്ടികൾക്ക് മാത്രമേ ഈ അസുഖം വരുന്നതായിട്ട് കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള മുതിർന്നവർക്കും ചെറിയ റാഷൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. ചില സമയങ്ങളിൽ പുതിയതായിട്ടുള്ള വൈറൽ സ്ട്രെയിൻസ്, സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള വൈറസുകൾ ഈ അസുഖം ഉണ്ടാക്കാം. അപ്പോൾ ആ സമയത്ത് ചെറിയ രീതിയിൽ പാരൻസിനെയും അല്ലെങ്കിൽ മുതിർന്നവരെ, വലിയ കുട്ടികളെയൊക്കെ ചെറിയ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യാം. സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസോ വലിയ ബുദ്ധിമുട്ടുകളോ അവർക്ക് കാണണമെന്നില്ല. മൈൽഡായിട്ടുള്ള റാഷും അസുഖവും വന്ന് ഇത് പോകാം. അപ്പോൾ വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ തക്കാളിപ്പനി വരാം. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ്. നമുക്കും മറ്റു കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് പകരുന്നതാണ്. അപ്പോൾ നമ്മളിത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയെ പിന്നെ പുറത്തേക്ക് വിടാതിരിക്കുക. ഇതിൻ്റെ സ്പ്രെഡ് മെയിൻലി എയറോസോൾ സ്പ്രെഡാണ്. നമ്മൾ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ മൂക്കിലുള്ള സെക്രീഷൻസ്, കുഞ്ഞ് കരയുമ്പോൾ പുറത്തേക്ക് വരുന്ന സെക്രീഷൻസ്, ഇതുവഴിയൊക്കെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് മറ്റു കുട്ടികൾക്കും പകരാൻ ഇത് സാധ്യതയുള്ളൊരു അസുഖമാണ്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയാൽ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടണ്ട, വീട്ടിൽ വയ്ക്കുക. പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ സിംറ്റംസ് പൊതുവെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് വരും. അപ്പോൾ ചെറിയ കുട്ടികളുമായിട്ടുള്ള കോൺടാക്ട് ഒഴിവാക്കുക. അവരുടെ കൂടെ കളിക്കാനൊന്നും വിടണ്ട, പ്ലേ സ്കൂളിലൊന്നും വിടണ്ട. ഇനി ഈ തക്കാളിപ്പനി ഉള്ളപ്പോൾ ഹോം കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇതിന് പ്രത്യേകിച്ചൊരു ആൻറ്റിവൈറൽ മെഡിസിൻസോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മെഡിസിൻസോ ഒന്നുമില്ല. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള സിംറ്റം തൊണ്ടവേദന, ആഹാരം കഴിക്കാൻ പറ്റാത്തതുമാണ്. കുഞ്ഞിന് കട്ടിയുള്ള ആഹാരം കൊടുക്കാതിരിക്കുക, സോഫ്റ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക, എരിവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുക, കുട്ടിക്ക് കഴിച്ചിറക്കാൻ പറ്റും. ധാരാളം വെള്ളം കുടിപ്പിക്കുക. കട്ടിയുള്ള മുറുക്ക് പോലെയുള്ളതോ അല്ലെങ്കിൽ ഈ ചിപ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പകരം ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കൊടുക്കുക. ഫ്രൂട്ട്സിൽ തന്നെ സോഫ്റ്റായിട്ട് വേഗം കഴിച്ചിറക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുട്ടിക്ക് കഴിക്കാൻ പറ്റും. ഇനി ഭക്ഷണം പൊതുവെ കഴിക്കുന്ന കുറഞ്ഞാൽ പോലും സാരമില്ല, കുഞ്ഞുങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കുഞ്ഞിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മരുന്നും കൊടുക്കാനുണ്ടാവില്ല. നമ്മൾ സിംറ്റമാറ്റിക്കായിട്ട് ജലദോഷത്തിൻ്റെ മരുന്ന് കൊടുക്കും, കുഞ്ഞിന് നല്ല ചൊറിച്ചിൽ കാണും, അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ നമ്മൾ സാധാരണ കൊടുക്കും, പുറത്തിടാൻ ലോഷൻസ് കൊടുക്കും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ കൊടുത്താൽ പോലും ചില കുട്ടികളെ അഡ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നു എന്ന് പാരൻസ് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആവുന്നതുകൊണ്ട്, ക്ഷീണിച്ച് പോകുന്നതുകൊണ്ടുമാണ്. അപ്പം നല്ല രീതിയിൽ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശരീരത്തിൽ കുറച്ച് എണ്ണയൊക്കെ കിടക്കുന്നത് നല്ലതാണ്. ചൊറിച്ചിലും അതിൻ്റെ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. കുറച്ച് നേരം എണ്ണ തേച്ചിട്ടതിന് ശേഷം കുട്ടികളെ കുളിപ്പിക്കുക. നനവോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ കുറഞ്ഞു കിട്ടും. പൊതുവേ തൊണ്ടവേദനയും ശരീരത്തിലെ ഇറിറ്റേഷനും ചൊറിച്ചിലും കാരണമാണ് കുഞ്ഞുങ്ങൾ ഇറിറ്റബിൾ ആവുന്നതും ഒരു വാശി പിടിച്ച് കരയുന്നതും ഒക്കെ. HFMDയുടെ മെയിൻ പ്രശ്നവും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് വീട്ടിൽ വെച്ച് കംഫർട്ടബിളായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഒരാഴ്ച കൊണ്ട് തനിയെ തന്നെ മാറിപ്പോകുന്ന ഒരു അസുഖമാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്. ഒരാഴ്ചയ്ക്ക് ആവാറാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട കുരുക്കൾ പതുക്കെ കറുത്ത നിറമായി തുടങ്ങും, അത് പതുക്കെ പതുക്കെ ഇളകി പോകാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ പിന്നെ ഈ അസുഖം മറ്റുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് കുട്ടിയെ വിടാം.